ചോദിച്ചാ എന്താ എല്ലാരും കൂടെ? കാര്യങ്ങളൊക്കെ ഉണ്ടച്ചോ. ചില കാര്യങ്ങൾ അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാ. പിന്നെ ഇത് ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പർ, പേര് സജി. ആയിക്കോട്ടെ, കാര്യം പറയേ. അച്ഛൻ ഇന്നലെ പള്ളിയിൽ കയറി ഏതാണ്ടൊക്കെ വിളിച്ചു കൂവിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. പള്ളിയിൽ വരുന്നില്ലെങ്കിലും പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും അറിയാറുണ്ട്. അത് നന്നായി, എല്ലാവരും അറിയാൻ തന്നെ ഞാനത് പറഞ്ഞത്. അച്ഛോ, ഞങ്ങൾക്ക് എത്ര മക്കളുണ്ടാകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിൽ നിങ്ങൾ സഭയും അച്ഛന്മാരും ഇടപെടണ്ട കേട്ടോ. മോനെ സജി, ഈ ഇടവയിൽപ്പെട്ട എന്റെ ജനങ്ങളോടാണ് ഞാൻ പറഞ്ഞത്. അതിന് നിനക്കെന്ത് കാര്യം? നീ ഈ പള്ളിയിൽപ്പെട്ടവനല്ലല്ലോ. അതെന്ത് വർത്തമാനം അച്ഛാ പറയുന്നത്? ഞങ്ങളിവിടുത്തെ നാട്ടുകാരല്ലേ. പള്ളിക്കുള്ളിൽ പറയുന്നത് ഇടവജനത്തിനുള്ള സഭയുടെ നിർദ്ദേശങ്ങളാണ്, അത് നാട്ടുകാരെ ഉദ്ദേശിച്ചുള്ളതല്ല. അച്ഛോ, അച്ഛന്മാർ പള്ളിയിൽ കുർബാനയും കുമ്പസാരവും നടത്തി അങ്ങ് ഇരുന്നാൽ മതി. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുകയൊന്നും വേണ്ട. ഞങ്ങൾ കുടുംബത്തിലെ പിള്ളേരെ വളർത്തുകയും ജനിപ്പിക്കുകയും ഒക്കെ ചെയ്തെന്നിരിക്കും. അതിന് നിങ്ങളുടെ ഉപദേശവും വേണ്ട. ചോദിച്ചനിരിക്കേ. ചോദിച്ചാ കുറച്ചു ദിവസം മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിരുന്നു, നീ ചിലപ്പോ കണ്ടു കാണുമായിരിക്കും. സ്വന്തം ജോലിക്കും കരിയറിനും വേണ്ടി സ്വന്തം കുഞ്ഞിനെ അബോർഷൻ നടത്തി ന്യായീകരിക്കുന്ന ഒരു സിനിമ. അപ്പൊ നീയൊന്നും പ്രതികരിച്ചു കണ്ടില്ലല്ലോ. സിനിമയും കണ്ട് കൈയടിച്ച് നീയൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. ഇവിടെ വളർത്താനും പഠിപ്പിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വന്തം കുഞ്ഞിന് ജന്മം നൽകാൻ മടിക്കുന്ന മാതാപിതാക്കൾക്ക് സഭ തന്റെ സ്ഥാപനങ്ങൾ വഴി സഹായം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോ സോഷ്യൽ മീഡിയ തെറി വിളിക്കാനും മാധ്യമ വിചാരണ നടത്താനും നീയൊക്കെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നല്ലോ. എന്താ നിന്റെയൊക്കെ വായിലെ നാക്കിറങ്ങിപ്പോയോ? അങ്ങനെ അച്ഛന് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല പള്ളി. എനിക്ക് തോന്നിയതല്ല, സഭ പഠിപ്പിക്കുന്നതും ഉത്തമ ബോധ്യമുള്ളതുമായ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനി മാറ്റി പറയാൻ ഞാനൊട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. നാളെ പള്ളി കമ്മിറ്റി ഉണ്ടല്ലോ, നമുക്ക് അവിടെ വെച്ച് കാണാച്ചോ. വാടാ. ആയിക്കോട്ടെ. ഇങ്ങേർക്കായിട്ടുള്ള പണി നാളെ കൊടുക്കാം. നീ വണ്ടി എടുക്കാം. കർത്താവേ, എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. നിനക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. ഇനി നീ തന്നെ നോക്കിക്കോണം കേട്ടോ. എന്താ മാത്യൂസേ? ആഹാ, കൊച്ചുണ്ടായിരുന്നോ? എന്നാ കൊച്ചാടാ? കൊള്ളാം, കൺഗ്രാലേഷൻസ്. ഇത് നിന്റെ 4ാമത്തെ അല്ലേടാ? ദൈവം ഇനിയും തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചേക്കണം. കൊള്ളാം മോനെ. എങ്കിൽ ശരിയടാ, വീട്ടിൽ വന്നിട്ട് വിളിക്കുക, ഞാൻ വരാം. ജോയിച്ചാ, എന്താപ്പാ? നീ ഇന്ന് പള്ളിമുറിയിൽ പോയി എന്തോ ബഹളം ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. ഓ, അത് ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ? അല്ല, അതാരാ പറഞ്ഞു? പറഞ്ഞതാരെങ്കിലും ആകട്ടെ. മോനെ ജോയിച്ചാ, നിന്റെ അമ്മ സാറാമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് നിനക്കറിയാവോ? നീ വയറ്റിൽ കിടക്കുമ്പോൾ നിന്റെ അമ്മയ്ക്കൊരു വയറുവേദന. അത് വലിയ കാര്യമാക്കിയില്ല. പക്ഷേ വേദന കൂടി വന്നപ്പോൾ ആശുപത്രിയിൽ പോയി. പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു വയറ്റിലൊരു മുഴയുണ്ടെന്ന്. നീ കടന്നതിൻ്റെ തൊട്ടടുത്ത്. ഡോക്ടർ പറഞ്ഞു പ്രസവം റിസ്ക് ആണെന്ന്, 2-1 കിട്ടുള്ളെന്ന്. അതിലേത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അന്ന് ഈ അപ്പൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിന്നപ്പോൾ നിന്റെ അമ്മ പറഞ്ഞു എൻ്റെ കുഞ്ഞു ജീവിച്ചാൽ മതിയെന്ന്. അന്നെല്ലാവരും അവളെ പിന്തിരിപ്പിക്കാൻ നോക്കി, സമ്മതിച്ചില്ല. ഒടുവി നിന്നെ തന്നിട്ട് അവള് പോയി. എന്ന് വെച്ചാ അവളന്ന് അവളുടെ ജീവന് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂലോകത്തും നീ കാണില്ലായിരുന്നുവെന്ന്. അതുകൊണ്ട് കണ്ട വിവരമില്ലാത്തവന്മാരുടെ വാക്കും കേട്ട് അച്ഛന്മാരെയും സഭയും തെറി പറഞ്ഞു നടന്ന ഒടുവിൽ ഒക്കത്തിനും കർത്താവിൻ്റെ മുമ്പിൽ കണക്കൊടുക്കേണ്ടി വരും നീ. അപ്പം ഈ സഭ എന്ന് പറയുന്നത് എന്താ? കുറച്ച് മെത്രാന്മാരും അച്ഛന്മാരും സിസ്റ്റേഴ്സും കൂടെ നമ്മൾ പള്ളിക്കാരും, ഇവരൊക്കെ കൂടി നടത്തുന്ന ഒരു പ്രസ്ഥാനം, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോൾ തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുക.
അപ്പം നീ പത്രവും ടി വി ഒന്നും കാണാറില്ലേ? ഇപ്പൊ നീ പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കൽ പോലും പള്ളിയിൽ കയറാത്ത നിന്നെ സാത്താൻ പറഞ്ഞു പഠിപ്പിച്ച തുണയാ. ജോയിച്ചാ, ഈ സഭയെന്ന് പറയുന്നത് മെത്രാന്മാരും അച്ഛന്മാരും സിസ്റ്റേഴ്സും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമല്ല. അത് കർത്താവിൻ്റെതാ. പിന്നെ പരിശുദ്ധാത്മാവുള്ളിടത്തോളം കാലം ആരൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും കർത്താവിന് സഭയെ നശിപ്പിക്കാൻ പറ്റത്തില്ല. നിനക്ക് ഈ പറഞ്ഞു തന്നമാരോട് പോയി പറ സഭയുടെ ചരിത്രം പഠിക്കാൻ, അല്ലെങ്കിൽ ഈ ബൈബിൾ എടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കാൻ പറ. അപ്പം മനസ്സിലാവും സഭ എന്താണെന്ന്. അവളന്ന് അവളുടെ ജീവന് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂലോകത്ത് നീ കാണില്ലായിരുന്നുവെന്ന്. കണ്ട വിവരമില്ലാത്തവന്മാരുടെ വാക്കും കേട്ട് അച്ഛന്മാരെയും സഭയും തെറി പറഞ്ഞു നടന്ന ഒടുവിൽ ലോകത്തിനും കർത്താവിന്റെ മുമ്പിൽ കണക്കൊടുക്കേണ്ടി വരും നീ. ഒത്തിരി പിള്ളേര് വേണമെന്ന് പറഞ്ഞ് അവള് നിർബന്ധം പിടിച്ചപ്പോ ഞാനാണ് അച്ഛ അവളോട് വേണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ എന്റെ കൊച്ചു പോയി. എനിക്കിനി ആരാച്ചുള്ളത്? ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും എനിക്ക് ഈ ഭൂമിയിൽ ആരുമില്ലല്ലോ അച്ഛാ. എടാ ചോദിച്ചാ, നാളെ കൊടുക്കാനുള്ള ലീഫ്ലെറ്റ് അടിച്ചോ? നീ അല്ലേ അത് ഏറ്റിരുന്നത്? പള്ളിയിൽ കയറുന്നതിന് മുമ്പ് എല്ലാവർക്കും കൊടുക്കണം, അല്ലെങ്കിൽ സംഗതി പൊളിയും. എടാ നീ എന്താ ഒന്നും മിണ്ടാത്തേ? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. എടാ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. വേണ്ടടാ, നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. അച്ഛനാണ് ശരി, സഭയാണ് ശരി. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.